വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ ഫോൺ വിളിച്ച് വെച്ച ശേഷം തിരിയുമ്പോൾ പ്രീതി അർജുനെ കാണുന്നുണ്ട്. അന്നേരം എന്താ ഭർത്താവിനോട് ചോദിച്ചിട്ട് സംശയം തീർന്നില്ലല്ലേ, ഇനി ശാലിനിയോട് നീ ചോദിക്കുകയായിരുന്നോ ഭർത്താവുമായിട്ട് എന്താണ് ബന്ധമെന്ന് അങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ് അർജുൻ. അന്നേരം അർജുനേട്ടൻ ഇനി എന്നോട് ഒന്നും ചോദിക്കല്ലേ, കുറ്റബോധത്താൽ ഞാൻ നീറുകയാണ്, അർജുനേട്ടൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് പറഞ്ഞ് തൊഴുതൊക്കെ മാപ്പ് പറയുകയാണ് പ്രീതി. തുടർന്ന് അർജുൻ്റെ കാല് പിടിച്ച് കരയുകയൊക്കെ പ്രീതി ചെയ്യുന്നുണ്ട്. അന്നേരം പ്രീതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്താ ഇപ്പോൾ എവിടെ നിന്ന് നിനക്ക് തിരിച്ചറിവ് ഉണ്ടായി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അർജുനേട്ടൻ എന്നെ അടിച്ചില്ലേ, അതൊരു വഴിത്തിരിവായി, അന്ന് ഞാൻ ബോധം കെട്ട് വീണപ്പോൾ ഞാൻ അബോധാവസ്ഥയിലാണ് എന്ന് കരുതി അർജുനേട്ടൻ്റെ അമ്മ സത്യങ്ങളെല്ലാം ചിത്രയോട് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയെ എന്തുമാത്രം വേദനിപ്പിച്ചു, പോലീസ് സ്റ്റേഷനിൽ വരെ പരാതി കൊടുത്തു, എൻ്റെ അമ്മ അല്ലെന്ന് വരെ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കാഞ്ഞത് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞങ്ങ് പിന്നെ പ്രീതി കരയുന്നുണ്ട്. അന്നേരം എന്താണ് സംഭവമെന്ന് അർജുൻ തിരക്കുമ്പോൾ ചിത്രയോട് വസുമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദ്യം. പക്ഷേ സുസ്മിതയാണ് വിഷം കലർത്തിയതെന്ന് പ്രീതി ആദ്യം പറയുന്നില്ല. അന്നേരം ഇതെല്ലാം കേട്ട ശേഷം അർജുൻ പറയുന്നുണ്ട്, സത്യാമ്മയല്ല വിഷം കലക്കിയത് എന്നെനിക്ക് അന്നേ ബോധ്യമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞങ്ങ് വെക്കുകയായിരുന്നു സത്യഭാമയാണ് വിഷം കലർത്തിയതെന്ന്. നിന്നെയും അങ്ങനെ തന്നെ പറഞ്ഞു ബോധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, അതിലവർ വിജയിക്കുകയും ചെയ്തു എന്ന് അർജുൻ പറയുന്നുണ്ട്. അന്നേരം ഇത്രയും നാൾ ഞാൻ അബോധാവസ്ഥയിലായിരുന്നു, അർജുനേട്ടൻ്റെ അടി കൊണ്ട ശേഷം ആ ബോധം പോയ ശേഷം വീണ്ടും ഞാൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നതാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞ് ആകെയങ്ങ് നിന്ന് കരയുകയാണ് പ്രീതി. അന്നേരം സത്യാമ്മയല്ല വിഷം കലർത്തിയതെങ്കിൽ പിന്നെ ആരാണത് ചെയ്തതെന്ന് അർജുൻ ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയാണ് വിഷം കലർത്തിയത് എന്ന് പ്രീതി അർജുനോട് പറയുകയാണ്. തുടർന്ന് അന്നേ എനിക്കത് സംശയമുണ്ടായിരുന്നു, ശാലിനി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ലേ കൃത്യമായ തെളിവുകളോട് കൂടി കുറ്റവാളിയെ ഹാജരാക്കുമെന്ന്, അവൾ എല്ലാ തെളിവുകളോടും കൂടി നിയമത്തിന് കൈമാറട്ടെ, പിന്നീടുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം, പരമാവധി ശിക്ഷ ഞാൻ സുസ്മിതയ്ക്ക് വാങ്ങിക്കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വക്കീൽ കുപ്പായം തന്നെ ഉപേക്ഷിക്കും എന്ന് അർജുൻ പറയുകയാണ്. അന്നേരം അത്രത്തോളം കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല, എൻ്റെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പേ ജീവൻ എടുത്തല്ലേ അവൾ, എൻ്റെ ഈ കൈകൾ മതി, അല്ലെങ്കിൽ പിന്നെ ഞാനൊരു അമ്മ എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, ഞാനും എൻ്റെ മോനും തമ്മിൽ പൊക്കിൾക്കൊടി ബന്ധമല്ലേ ഉള്ളത്, ഞാനെങ്കിലും കണക്ക് ചോദിക്കണ്ടേ, അതിനുള്ള ശിക്ഷ ഈ കൈ കൊണ്ട് തന്നെ ഞാൻ അവൾക്ക് കൊടുക്കുമെന്ന് പ്രീതി പറയുകയാണ്. അന്നേരം ആകെ സങ്കടം വരുന്നുണ്ട് അർജുൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരൊക്കെ വരുന്നുണ്ട്, പ്രീതിയിൽ നിന്നങ്ങ് കരയുകയാണ്. എൻ്റെ അമ്മയുടെ അരുമയായി ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ ഉറങ്ങേണ്ട ബെഡിൽ അവൾ കിടക്കുകയാണ്, അവളെ കഴുത്ത് നെരിച്ച് കൊല്ലാനായിട്ട് എൻ്റെ ഈ കൈകൾ മാത്രം മതി, അന്ന് അർജുനേട്ടൻ എന്നെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് വന്നാൽ മതി, ഒരമ്മയുടെ ശബ്ദമാണിത്, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തവൾ ഞാനും കൂടി ഈ ഭൂമിയിൽ ഒരുമിച്ച് വേണ്ട, ഇതെൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് ആകെ കരഞ്ഞ് പ്രീതി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. പക്ഷേ പ്രീതിയെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആ പറയുന്നത് തടുത്ത് നിർത്താനോ ഒന്നും അർജുന് കഴിയുന്നില്ല. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ രാവിലെ കോളേജിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് ശ്യാമ. അന്നേരം ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. തുടർന്ന് ഞാൻ ചോദിച്ച കാശിൻ്റെ കാര്യം എന്തായി എന്ന് ശ്യാമ തിരക്കുന്നുണ്ട്. അന്നേരം 10,000 അല്ലേ എന്ന് എടുത്ത് ചോദിക്കുകയാണ്. അന്നേരം അമ്മ എന്തിനാണ് എടുത്ത് ചോദിക്കുന്നത്, ഇത് പണച്ചിലവുള്ള കാര്യമാണ്, കോളേജിൽ കളിക്കുന്ന പോലെയല്ല, ഇത് സ്റ്റേറ്റ് ലെവലിലേക്കുള്ള മത്സരമാണ്, അപ്പോൾ പിന്നെ കുറച്ച് പൈസയൊക്കെ ചിലവാകും എന്ന് ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, അന്ന് കബഡി ടീമിൽ ചേരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പൈസയൊന്നും ചിലവാവില്ലെന്നാണോ അങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന്. അന്നേരം ഇത് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നും സ്റ്റേറ്റ് ലെവലിലേക്കുള്ളതാണ്, അപ്പോൾ താമസവും ഭക്ഷണവും പിന്നെ ജേഴ്സി വാങ്ങിക്കുന്ന എല്ലാ പൈസയും നമ്മൾ തന്നെ കൊടുക്കണം, സ്പോൺസർ ആയി കഴിഞ്ഞാൽ അവർ തിരിച്ചു തരും എന്ന് ശാരദാമ്മയോട് ശ്യാമ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ പറഞ്ഞ് നീ ഇതുവരെ വാങ്ങിച്ചുകൊണ്ട് പോയതൊന്നും തിരിച്ചു വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശ്യാമയുടെ ഭാവം ഒന്ന് മാറുന്നുണ്ട്. തുടർന്ന് ശ്യാമ പറയുകയാണ്, എൻ്റെ ഫ്രണ്ട്സിന് കോളേജിലേക്ക് പോക്കറ്റ് മണിയായിട്ട് കൊടുക്കുന്നത് 10,000-ന് മുകളിലാണ്, ഇതിപ്പോൾ ഞാൻ മേടിച്ചു കൊണ്ടുപോകുന്ന 2,000-3,000 ഒക്കെ അല്ലേ, അത് ആ ചില്ലി കാശിന് പോലും കണക്ക് വെച്ചിരിക്കുകയാണോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ ദൂർത്തടിച്ച് ജീവിക്കുന്നവരുടെ വീട്ടിലെ കാര്യമാണ്, ഇവിടെ അതിനു വേണ്ടി പൈസ ഇല്ല എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം പൈസ കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ശ്യാമ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്നും ആ ഭക്ഷണം അങ്ങ് വച്ചിട്ട് എഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കാശ് തരുന്നുണ്ടോ ഇല്ലയോ എന്ന് ദേഷ്യത്തോടെ ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം തരില്ല എന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒന്ന് ആലോചിക്കണമെന്ന്
എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ ക്യാമ്പ് നടത്തുന്നതിൻ്റെ കോളേജിൽ വെച്ചല്ലേ, അപ്പോൾ യാത്രാ ചിലവ് ആവില്ല. പിന്നെ ക്യാൻറ്റീനിൽ നിന്നല്ലേ ഭക്ഷണം, അതിനും വലിയ ചിലവില്ല. പിന്നെ ജേഴ്സി വാങ്ങിക്കുന്ന കാര്യം, അത് സ്റ്റേറ്റ് ലെവലിലേക്ക് സെലക്ഷൻ കിട്ടിയാലല്ലേ, അത് നമുക്ക് അപ്പം ആലോചിക്കാം എന്ന് പറയുകയാണ്. അന്നേരം ഈ ശാരദാമ്മ ഒരുപാട് നേരം നമുക്കറിയില്ല, നമ്മൾ ആലോചിക്കുന്നു, നമ്മൾ എന്ന് പറയുന്നതൊക്കെ ശ്യാമ ശ്രദ്ധിക്കുന്നുണ്ട്. ആരാണാവോ ഈ നമ്മൾ എന്നൊക്കെ എടുത്തു ചോദിക്കുകയാണ് ശ്യാമ. അന്നേരം ഇവർ രണ്ടുപേരുടെയും സംസാരമൊക്കെ ശ്രദ്ധിച്ച് ശാരിക പുറകിൽ തന്നെ ഉണ്ട്. രാജീവ് സാറിനോട് ഒന്ന് ചോദിച്ചിട്ട് കാശ് തരാമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ആരോട് ചോദിക്കണമെന്നാണെന്ന് ശ്യാമ എടുത്തു ചോദിക്കുന്നുണ്ട്. അന്നേരം പിറകിൽ നിന്ന് ശാരിക പറയുകയാണ് രാജീവ് സാറിനോട്, എന്താ നീ ആ പേര് കേട്ടിട്ടില്ലേ, ഞാനുമായിട്ട് ചെറിയൊരു സൗന്ദര്യ പിണക്കമുണ്ടെന്നേ ഉള്ളൂ, നിന്നെ ഒരു അനിയത്തിയെ പോലെയാണ് കാണുന്നത്, നിനക്ക് ദോഷം വരുന്ന ഒന്നും സാറ് ചെയ്യില്ല എന്ന് ശാരിക പറയുകയാണ്. അന്നേരം അയാളോട് എന്തിനാണ് ചോദിക്കുന്നത്, വല്യേച്ചി സൗകര്യം കിട്ടുമ്പോൾ അയാളെ വിളിച്ചൊന്ന് ചോദിക്കുക, എന്നെ അനിയത്തിയെ പോലെയാണോ കാണുന്നത്, അയാളുടെ സ്വഭാവം ഒന്നും അത്ര ശരിയല്ല, അയാളുടെ മുട്ടിയുരുമിയുള്ള തട്ടലും മുട്ടലും സംസാരവും ഇങ്ങനെയൊന്നുമല്ല പെൺകുട്ടികളോട് പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് രാജീവിനെ സാറിനെ കുറിച്ച് വളരെ ആ സ്വഭാവത്തെക്കുറിച്ച് മോശമായിട്ട് ശ്യാമയങ്ങ് സംസാരിക്കുന്നുണ്ട്. അന്നേരം ശാരികയങ്ങ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. തുടർന്ന് ശാരദാമ്മ, നീ രാജീവ് സാറിനെ പറ്റി എന്തു പറഞ്ഞടി എന്നും പറഞ്ഞ് ശ്യാമയെ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. അന്നേരം ആ എച്ചിൽ കൈ കൊണ്ട് തന്നെ ശാരദാമ്മയുടെ നേരെ കൈ ചൂണ്ടിയിട്ട് തൊട്ടുപോകരുത് എന്നെ എന്ന് പറയുകയാണ്. അയാൾ എനിക്ക് അറപ്പും വെറുപ്പും മാത്രമാണ്, അയാളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ വഴങ്ങിക്കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് അയാൾ ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഞാൻ അയാളുടെ കൂടെ വഴങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ ഇളയ മകൾ പ്രസവിക്കുന്നത് കാണാനായിട്ട് ശാരദാമ്മ തയ്യാറായിക്കോ എന്ന് പറഞ്ഞിട്ട് വേഗം എടുത്തങ്ങ് ശ്യാമ പോകുന്നുണ്ട്. അന്നേരം അത് കേട്ട് അയ്യോ എന്നും പറഞ്ഞ് വാപത്തുകയാണ് ഒരുപോലെ ശാരദാമ്മയും ശാരികയും. തുടർന്ന് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ശാരികയെ മോളെ എന്ന് തട്ടി വിളിക്കുകയാണ് ശാരദാമ്മ. അന്നേരം അത് മാത്രം രാജീവ് സാറിനെ പറ്റി ഞാൻ വിശ്വസിക്കില്ല അമ്മയെന്ന് പറഞ്ഞ് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടി കരയുന്നുണ്ട് ശാരിക. തുടർന്ന് കാണിക്കുന്നത് വീട്ടിലെ ആകെ വിഷമിച്ചിരിക്കുന്ന രാജീവ് ശാരികയെ ആദ്യമായിട്ട് കണ്ടതും പ്രണയിച്ചതും വിവാഹം കഴിച്ചതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓർത്ത് കട്ടിലിൽ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം ഉമ്മറത്ത് രാജീവ് തലേ ദിവസം വിജയലക്ഷ്മിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഗോപാലകൃഷ്ണൻ കാറിൽ കയ്യിലൊരു കവറുമൊക്കെ ആയിട്ട് വന്ന് കയറുന്നത്. അന്നേരം സുഖമല്ലേ കൃഷ്ണൻകുട്ടിയും ചോദിക്കുമ്പോൾ, പിന്നെ ഭയങ്കര സുഖമല്ലേ, നിൽക്കാനും ഇരിക്കാനും കിടക്കാനും വയ്യാത്ത അത്രയ്ക്ക് സുഖമെന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടി തിരിച്ച് ഗോപാലകൃഷ്ണനെ കളിയാക്കുന്നുണ്ട്. തുടർന്ന് സംഭവം മനസ്സിലാകാതെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, മുറി പിടിക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും സാധിച്ചില്ല, അന്നല്ലേ ശാരദയെ വിഷം തീണ്ടിയത്, പിന്നെ ഇന്നാണ് വരുന്നതെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നോ എന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അതെ അതെ, നാട്ടുകാർക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി കളിയാക്കുകയാണ്. അന്നേരം നാട്ടുകാർ പറയുന്നതെന്ന് ഞാനിപ്പോൾ കാര്യമാക്കാറില്ല, മുറിയുടെ പണിയൊക്കെ നാളെ തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ശാരിക പിണങ്ങിപ്പോയതോ സംഭവങ്ങളൊന്നും ഗോപാലകൃഷ്ണൻ അറിഞ്ഞിട്ടില്ല. അന്നേരം കൃഷ്ണൻകുട്ടി അമ്മാവൻ പറയുകയാണ്, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അന്നേരം പൈസയൊന്നും നിങ്ങൾ ചിലവാക്കേണ്ടെന്നാണല്ലോ ഞാൻ പറഞ്ഞത്, കല്ലും സിമെൻറ്റും ഒക്കെ നാളെ എത്തും, ജോലിക്കാരും നാളെ വരും എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഈ നാട്ടിൽ നിന്നും തക്കലയിലേക്ക് കുടിയേറി പാർത്തവരാണ്, ഈ നശിച്ച നാടുമായിട്ട് ബന്ധമൊന്നും വേണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ രാജീവിന് ജോലി കിട്ടിയതോ ഇവിടെയും, അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വന്നു, നല്ല നാട്, ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് അമ്മാവൻ പറയുന്നുണ്ട്. അപ്പോൾ രാജീവിൻ്റെ ജോലിയോ എന്ന് ചോദിക്കുകയാണ്. അവനൊരു ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പിന്നെ അതുവരെ അവനിവിടെ കാണും, ഇനിയിപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിൽ അങ്ങ് രാജിവെക്കും, തമിഴ്നാട്ടിലുമുണ്ട് കോളേജ് എന്ന് അമ്മാവൻ പറയുകയാണ്. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന വിജയലക്ഷ്മി പറയുന്നുണ്ട്, രാജിവെക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട കൃഷ്ണൻകുട്ടി ചേട്ടാ, അവൻ്റെ ഭാര്യയുടെ ജോലി എവിടെയാണെന്ന് നോക്കണ്ടേ, അതനുസരിച്ച് നമുക്ക് നീങ്ങാമെന്ന്. അന്നേരം ഇവർ പറയുന്നതൊന്നും മനസ്സിലാകാതെ ശാരികയുടെ കാര്യമാണോ പറയുന്നത്, അവൾക്ക് ഈ ജോലി എവിടെയും ചെയ്യാമല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണൻ കൊണ്ടുവന്ന സഞ്ചി വിജയലക്ഷ്മിക്ക് നേരെ നീട്ടിയിട്ട് ശാരികയ്ക്ക് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതിവിടെ വാങ്ങിച്ചു വെച്ചാൽ മഷിനോട്ടത്തിനൊന്നും പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് വിജയലക്ഷ്മി പറയുകയാണ്. അതെന്താ, ശാരിക ഇവിടെ ഇല്ലേ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ എവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല, തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോയി, ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് വിജയലക്ഷ്മി പറയുകയാണ്.
അവനൊരു പ്രേമമുണ്ടായപ്പോൾ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടുനിന്നേ ഉള്ളൂ. പിന്നെ അത് വയ്യാവേലി ആയപ്പോൾ അതെടുത്ത് കളയാനും ഈ ജയലക്ഷ്മി മടിക്കില്ല. പിന്നെ രാജീവിൻ്റെ ഭാര്യയുടെ ജോലി സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നിങ്ങളുടെ ചായ ഗ്ലാസ് കഴുകുന്ന മകള് ശാരികയുടെ കാര്യമല്ല. അവനേക്കാൾ പഠിപ്പും ജോലിയും ഒക്കെയുള്ള ഒരു പെണ്ണിനെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഇനി നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശാരികയെക്കുറിച്ച് കുറേ മോശമായിട്ടൊക്കെ ഗോപാലകൃഷ്ണനോട് വിജയലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അന്നേരം വിജയലക്ഷ്മിന്ന് ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ വിളിക്കുകയാണ്. അന്നേരം കോളേജിൻ്റെ പടി പോലും കണ്ടിട്ടില്ലാത്തവൾക്ക് ഒരു കോളേജ് ലെക്ചറെ കിട്ടിയപ്പോൾ ഓണം ബമ്പറായിട്ട് നിങ്ങളങ്ങ് കൂട്ടിയില്ലേ, ഇനി അത് വേണ്ടാന്ന് വിജയലക്ഷ്മി പറയുകയാണ്. ഒരു പണയുടെ പൊന്നില്ലാതെയാണ് ഇവള് വന്നത്. പിന്നെ ചോദിച്ചപ്പോൾ മുക്കുവണ്ടം തന്ന് പറ്റിക്കുകയും ചെയ്തു. ഇനി ഈ ബന്ധം വില പോകില്ല എന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട്. ചൊല്ലും വിളിയും ഇല്ലാതെ വളർത്തിയ ഒരു പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട. തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. അങ്ങനെ ഇനി ഇത് ഇവിടെ നടക്കില്ല. ഇങ്ങനെ നടക്കുന്നവൾ ഒരു കൊച്ചിനെ വയറ്റിലാക്കി കൊണ്ടുവന്നാലും രാജീവിനെ ആരും കുറ്റം പറയത്തൊന്നുമില്ല എന്ന് അമ്മാവൻ പറയുകയാണ്. അന്നേരം കൃഷ്ണൻകുട്ടിന്ന് ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. അന്നേരം കള ഗോപാലകൃഷ്ണ, ഞങ്ങളുടെ മകൻ രാജീവും നിങ്ങളുടെ ശാരികയുമായി ഇതുവരെ ഭാര്യാഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന് പോലും ചുണയില്ലാത്ത അവളെ എന്തിനാണ് ഇവിടെ വച്ച് പൊറുപ്പിക്കുന്നത് എന്ന് അമ്മാവൻ പറയുമ്പോൾ ആകെ കലിതുള്ളുന്ന ഗോപാലകൃഷ്ണൻ പിന്നെ കൃഷ്ണൻകുട്ടിയുടെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുകയാണ്. എന്തു പറഞ്ഞിടാന്നും പറഞ്ഞ എൻ്റെ മോളെക്കുറിച്ച് നീ എന്ത് അനാവശ്യമാടാ പറയുമെന്നും പറഞ്ഞ് കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട്. അന്നേരം വിജയലക്ഷ്മി ഒന്ന് പിടിച്ചു മാറ്റി, എനിക്കിതൊന്നും ശീലമില്ല എന്നൊക്കെ അമ്മാവൻ ഉറക്കെ വിളിച്ച് പറയുകയാണ്. ഞാനെങ്ങനെ പിടിച്ചു മാറ്റും കൃഷ്ണൻകുട്ടി ചേട്ടാ, എൻ്റെ ഹൃദയത്തിന് അസുഖമല്ലേ, അങ്ങേരെ അല്ല അദ്ദേഹത്തെ വിട്, ചേട്ടനെ വിട് എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട്. ഇനി നീ എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യം പറയുമെന്നും പറഞ്ഞ് വീണ്ടും കഴുത്തിന് ഗോപാലകൃഷ്ണൻ കുത്തിപ്പിടിക്കുന്നുണ്ട്. തുടർന്ന് എടാ രാജീവ് എന്ന് ഉറക്കെ അകത്തേക്ക് നോക്കി വിജയലക്ഷ്മി വിളിക്കുകയാണ്. തുടർന്ന് ഈ ബഹളമൊക്കെ കേട്ട് രാജീവ് പുറത്തേക്ക് വരുന്നുണ്ട്. അന്നേരവും ഗോപാലകൃഷ്ണൻ കൃഷ്ണൻകുട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. തുടർന്ന് ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട്, ശബ്ദമൊക്കെ അടഞ്ഞ് എന്നെ വിട്, എന്നെ ഉപദ്രവിക്കില്ലേ എന്നൊക്കെ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. തുടർന്ന് എന്താ ഇവിടെ, എൻ്റെ അമ്മാവനെ വിടുമെന്നും പറഞ്ഞ് ഒരുവിധം രാജീവ് അങ്ങ് പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം എൻ്റെ മോളെക്കുറിച്ച് ഇയാൾ അനാവശ്യം പറഞ്ഞു എന്നും പറഞ്ഞ് ആകെ അങ്ങ് കലിതുള്ളുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് വിജയലക്ഷ്മി രാജീവിനോട് പറയുന്നുണ്ട്, എടാ രാജീവേ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നീ അതങ്ങ് നേരെ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങളെ തല്ലി ഇറക്കണമെന്നൊക്കെ വിജയലക്ഷ്മി രാജീവിനോട് ചോദിക്കും. അന്നേരം അമ്മ ഞാൻ എന്ത് ചെയ്തെന്നാണെന്നാണ് രാജീവ് ചോദിക്കുന്നത്. നീ ഇന്നലെയും കൂടി പറഞ്ഞതല്ലേ നീയും ശരിയും കൂടി ഒന്നിച്ച് ജീവിക്കുന്നതിന് ഞാനും അമ്മാവനുമാണ് തടസ്സമെന്ന്. ഇത് പറഞ്ഞു തീർന്നപ്പോൾ നേരം വെളുത്തേ ഉള്ളൂ. ഇതാ രാവിലെ ഇയാൾ കയറി വന്നിരിക്കുന്നു. ഇങ്ങോട്ട് ഇരി ഗോപാലേട്ടാന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പേ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ്. എൻ്റെ മകളെയും മരുമകനെയും ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത സംഭവങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് പെരുപ്പിക്കുകയാണ് വിജയലക്ഷ്മി. അത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഗോപാലകൃഷ്ണനും രാജിയും. ഇതൊക്കെ ശ്വാസമൊക്കെ മുട്ടുന്നുണ്ടെങ്കിലും കഴുത്തിനൊക്കെ പിടിച്ച് തടവിക്കൊണ്ട് കൃഷ്ണൻകുട്ടി അമ്മാവനും ഈ വിജയലക്ഷ്മി പറഞ്ഞതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ നിനക്കൊരു ബാധ്യതയാണെങ്കിൽ അങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. റോഡിൽ കിടന്ന് ചത്താലും ഒരു പട്ടി പോലും ചോദിക്കാൻ വരില്ലല്ലോ, നമ്മൾ ഒഴിഞ്ഞു പൊയ്ക്കോളാമെന്നങ്ങ് വിജയലക്ഷ്മി പറയുകയാണ്. അന്നേരം രാജീവ് ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, മോനെ ഇവർ പറയുന്നതൊന്നും എന്ന് പറയുമ്പോഴേക്കും കൈ ഉയർത്തി വേണ്ടാന്ന് കാണിക്കുകയാണ് രാജീവ്. അത് കേട്ട് സങ്കടത്തോടു കൂടി ഗോപാലകൃഷ്ണൻ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.